നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് 2025 മെയ് അവസാന വാരത്തോടുകൂടി നടക്കാൻ പോകുന്ന വ്യാഴമാറ്റം വഴി മകരം രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇവിടെ 2025 മാർച്ച് 29 നടക്കുന്ന ശനിമാറ്റം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ഫലങ്ങളായിരിക്കും നൽകുക. എന്നിരുന്നാൽ ഈ ഒരു വ്യാഴമാറ്റം, മെയ്യിൽ സംഭവിക്കുന്ന വ്യാഴമാറ്റം അത്ര അനുകൂല ഫലങ്ങൾ നൽകുകയുമില്ല. എന്നിരുന്നാലും ശനി ഇവർക്കൊരു കാവൽക്കാരനായി നിലകൊള്ളും. ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലങ്ങളായിരിക്കും ഇവർക്ക് ലഭിക്കുക. മകരം രാശിയുടെ 3-ാമത്തെയും 12-ാമത്തെയും ഭാവങ്ങളെ വ്യാഴം ഭരിക്കുന്നു. വ്യാഴം 2025 6-ാമത്തെ ഭാവത്തിലേക്ക് കടക്കും. ജോലിയിൽ അത്ഭുതകരമായ വിജയം കൈവരിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചേക്കാം. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങളുടെ ലക്ഷണം കാണുകയാണെങ്കിൽ തക്കമായ ട്രീറ്റ്മെൻറ്റ് തേടുക, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാരെ കണ്ട് അതിന് വേണ്ട പരിഹാരം കാണുക എന്നുള്ളതാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് പറയുന്നത്. കൂടാതെ ഈ പരിവർത്തനം മുന്നറിയിപ്പ് നൽകുന്നത്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ആമാശയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളായിരിക്കും വരാൻ സാധ്യത കൂടുതൽ. പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലൊക്കെ ഉള്ളവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധാപൂർവം കഴിക്കേണ്ടതാണ്. അസിഡിറ്റിയും ദഹനക്കേട്, ദഹന പ്രശ്നങ്ങൾ, കൊഴുപ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ, കൊളസ്ട്രോളിൻ്റെ വർധനവ് എന്നിവയെല്ലാം പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈ കാലയളവിൽ ചെലവുകളും ഉയരാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് കുറച്ച് ചെലവൊക്കെ അതിക്രമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു 2025 മെയ്ക്ക് ശേഷം വരുന്നത്. നിങ്ങളുടെ അലസതയെ മറികടന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ശനി നിങ്ങൾക്കൊരു അനുഗ്രഹമായി നിൽക്കുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് പ്രയത്നിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫലം കാണാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. വ്യാഴസംക്രമം 2025. എന്നിരുന്നാലും ഒക്ടോബറിൽ വ്യാഴം 7-ാമത്തെ ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് എതിരാളികളെ എല്ലാം നിങ്ങൾ പരാജയപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എതിരാളികളെയൊക്കെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടു മുമ്പോട്ട് പോവുക. കൂടാതെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പിന്തുണയ്ക്കും. നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹ ബന്ധത്തിൽ തന്നെ ഒരു വളർച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ 7-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകും. പ്രത്യേകിച്ച് 7-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ പങ്കാളിയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. പാർട്ട്ണർഷിപ്പ് ഒക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അതുകൊണ്ട് ഈ ഭാവത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കുടുംബ ഐശ്വര്യവും കുടുംബത്തിൽ സമ്പദ് സമൃദ്ധിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അവിവാഹിതർക്ക്, പ്രത്യേകിച്ച് വിവാഹം നടക്കാത്തവർക്ക് വിവാഹത്തിനൊക്കെ അവസരമുണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കും. നിങ്ങളെ പങ്കാളി പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ തരാൻ പോകുന്നൊരു സമയമായിരിക്കും. നിങ്ങളുടെ ബിസിനസ് പോലെ നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവുകളും മെച്ചപ്പെടും. ജോലി സ്ഥലത്ത് പുരോഗതി കൈവരിക്കും. മികച്ച അവസരങ്ങളുണ്ടാകും. അതിനെ തുടർന്ന് ഡിസംബറിൽ 6-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ പ്രതിലോമപരമായ ഒരു പ്രവേശനം ആരോഗ്യ പ്രശ്നങ്ങളിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദര സംബന്ധമായ അസുഖങ്ങൾ വരാൻ പോകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടതാണ്. ശ്രദ്ധ പാലിച്ച് മുമ്പോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശനി നിങ്ങൾക്ക് അനുഗ്രഹമായി ഉണ്ട്. അതുകൊണ്ട് കൂടുതലും ശനിദേവനെ ഭജിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തി നെയ്വിളക്ക്, അതുപോലെ തുളസിമാല, ഭാഗ്യസുപ്തമൊക്കെ കഴിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2025 വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും.